ഹലോ ഗെയ്സ്, ഇന്ന് നമുക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്വാദിഷ്ടമായ ഒരു ഞണ്ട് കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മൺചട്ടി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചതച്ച പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഈ കൂടെ തന്നെ 2 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1.5 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ സവാള കുറച്ചിട്ട് ചുവന്നുള്ളി കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വഴറ്റാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഇനി 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പച്ചമണം നന്നായിട്ട് മാറണം കേട്ടോ പൊടികളുടെ. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. 1/2 തക്കാളിയാണ് ഞാൻ ചേർത്തത്. വലിയ തക്കാളി കൊണ്ടാണ് പകുതി ചേർത്തത്. ഇനി ഇതിലേക്ക് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഈ ഞണ്ട് നന്നായിട്ട് മസാലയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പാകത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഞണ്ട് കറി റെഡിയാകും. ഇത് നമ്മളൊരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ.